അസൂയ എന്ന് പറഞ്ഞാൽ എന്താ? അതുകൂടെ നമ്മൾ മനസ്സിലാക്കണ്ടേ. അസൂയ എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് കിട്ടുന്ന നിഅമത്തുകളെ നീങ്ങിപ്പോവാനും നശിച്ചു പോവാനുമുള്ള നമ്മുടെ മാനസികമായ കടുത്ത താല്പര്യമാണ് അസൂയ എന്ന് പറഞ്ഞത്. അസൂയ പോലെ തോന്നുന്ന മറ്റൊരു സംഗതി ഉണ്ട്. അതിന് പരിശുദ്ധ ഇസ്ലാമിന്റെ ഭാഷയിൽ ഗിബ്തത്ത് എന്നാണ് പറയുന്നത്. അതെന്താ സംഗതി? അത് വേറൊരുത്തന് കിട്ടിയ ഗുണം അത് മതപരമായ വിരുദ്ധമൊന്നും അല്ലെങ്കിൽ എനിക്കും വേണം, എനിക്കും കിട്ടണം എന്ന അതിയായൊരു മോഹമാണ്. ഇതും അസൂയയും തമ്മിലുള്ള വ്യത്യാസം എന്താ? അസൂയയിൽ നമ്മുടെ സഹോദരന് അല്ലെങ്കിൽ ആരോടാണോ അസൂയ വരുന്നത് അയാളുടെ നന്മ നീങ്ങിപ്പോവണം എന്ന് ആഗ്രഹിക്കുന്നു, അയാൾ നശിക്കണം എന്ന് വിചാരിക്കുന്നു. അയാളുടെ മക്കൾക്ക് നല്ല പ്രതാപം, നല്ല ജോലി, അവരുടെ വീട്ടിൽ എപ്പോഴും സന്തോഷം, എങ്ങനെയെങ്കിലും അതൊന്ന് നശിച്ചു പോകണം എന്ന തീവ്രമായ വികാരമാണ് അസൂയയിൽ വില്ലനായി മാറുന്നത്. നേരെ മറിച്ച് വേറെ ആൾക്കൊരു നന്മ കിട്ടി, അയാൾ ദീനീപരമായി അതുകൊണ്ട് ഉഷാറായി നടക്കണമുണ്ട്, അത് എനിക്കും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതും അസൂയയല്ല, അതിന് റുബുത്തത്ത് എന്നാണ് ഇസ്ലാമിന്റെ ഭാഷ. ചിലപ്പോഴൊക്കെ ഹദീസിൽ അതിനെക്കുറിച്ച് ഹസദ് എന്ന് പ്രയോഗിക്കണം നമുക്ക് കാണാൻ പറ്റും. ലാ ഹസദ ഇല്ലാ ഫിസ്നൈൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, രണ്ട് കാര്യത്തിലല്ലാതെ ഈ ഒരു വിചാരം പാടില്ല. മറ്റൊരാളത് നീങ്ങണം എന്ന് ആഗ്രഹിക്കാതെ അയാൾക്ക് ലഭ്യമായ നിഅമത്ത് എനിക്കും കിട്ടിയേക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് കാര്യത്തിൽ പരിമിതപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, ഒരാൾക്ക് നല്ല വിജ്ഞാനം ഉണ്ടായി, അദ്ദേഹം അതനുസരിച്ച് ജീവിക്കുന്നു. കണ്ടോ, അവിടെ ഇസ്ലാം പ്രധാനമാണ്. നിഅമത്ത് കിട്ടിയതിനൊക്കെ കൂടെ നമ്മളിങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ല. ഒരാൾ നല്ലൊരു കള്ള് കച്ചവടം തുടങ്ങി, അതിലയാൾക്ക് നല്ല ലാഭം കിട്ടിക്കൊണ്ടിരുന്നു, എനിക്കും വേണം ഒരു കള്ള് ഷാപ്പ് എന്ന് വിചാരിക്കാൻ പാടില്ല. നന്മയാവണം. ഒരാൾക്ക് അല്ലാഹു വിജ്ഞാനം നൽകി, ആ വിജ്ഞാനം കൊണ്ട് അയാൾ അധമത്വവും കാണിച്ച് നടക്കണം, എനിക്ക് അങ്ങനത്തെ വിജ്ഞാനം കിട്ടണമെന്ന് ആഗ്രഹിക്കാൻ പാടില്ല. നേരെ മറിച്ച് ഒരാൾക്ക് അല്ലാഹു നല്ല വിജ്ഞാനം നൽകി, അതുകൊണ്ട് അദ്ദേഹം ദീനീപരമായി സഞ്ചരിക്കുന്നു എങ്കിൽ എനിക്കും അങ്ങനത്തെ വിജ്ഞാനം കിട്ടിയേക്കണം എന്ന് ആഗ്രഹിക്കുന്നത് പാടുണ്ട്, അത് ശരിയാണ്.